എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കറിവേപ്പില അച്ചാറുമായിട്ടാണ്. കറിവേപ്പില അച്ചാർ എങ്ങനെ ഇടുന്നു എന്നാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിരിക്കുകയാണ്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി അത് ഒരു കിലുകില ശബ്ദം ആകുന്നിടം വരെ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് നല്ല ഒരു മൊരിഞ്ഞ പരുവാകുമ്പോഴത്തേക്കിനും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില കഴുകി മാത്രമല്ല ഇത് കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുന്നതാണ്. അധികം വെള്ളമയമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കറിവേപ്പില നല്ലോണക്ക് മൂത്തിട്ടുണ്ട്. നല്ല ചിൽ ശബ്ദമായിരിക്കുകയാണ്. കറിവേപ്പില നല്ലതുപോലെ മൂത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 3 സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിനോട് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പില നല്ലോണമൊക്കെ മൂത്ത് ചിൽ ശബ്ദം കേൾക്കുന്ന രീതിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അത് ഒന്ന് തണുക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയും ഇതിലേക്കാണ് നമ്മൾ പുളിയും കൂടി ചേർത്ത് ഇത് നമ്മൾ അരച്ച് എടുക്കേണ്ടതാണ്. നമ്മൾ ഈ പുളിവെള്ളവും ഈ കറിവേപ്പില നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കടലപ്പരിപ്പും ഇതും എല്ലാം കൂടി ചേർത്ത് വേണം നമുക്ക് ഇനി മിക്സിയിൽ അരച്ചെടുക്കണം. നമുക്ക് ഇനി അത് മിക്സിയിലേക്ക് അരച്ചെടുക്കാം. അടുപ്പത്തേക്ക് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകട്ടെ.
എണ്ണ ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിരിക്കുകയാണ്. ഈ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതിൻ്റെ കൂട്ടും കൂടി നമുക്കതിൽ ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂട്ടാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിലിട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അവസാനമായി ഞാനിത് ചേർക്കുന്നത് ശകലം ശർക്കരയാണ്. ശർക്കര അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ശർക്കര കൂടി അതിൽ ഇളക്കി കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ കറിവേപ്പില അച്ചാർ ഉണ്ടാക്കുക. എൻ്റെ ഈ വ്ലോഗ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു അച്ചാറാണത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഈ കറിവേപ്പില അച്ചാറാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ തക്ക വിധത്തിലുള്ള ഒരു അച്ചാറാണിത്. കറിവേപ്പില കൊണ്ടൊരു വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊപ്പവും ഒക്കെ ഉപയോഗിക്കാം. സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് പൊതിച്ചോറിനുള്ളിൽ വെക്കാനും ഈ അച്ചാർ വളരെ സഹായകമായിരിക്കും. എല്ലാവരും എൻ്റെ വ്ലോഗ് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.